ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾക്കൊക്കെ നമ്മൾ എത്ര പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർമാർ എന്തൊക്കെ ഡാറ്റകളാണ് നമ്മളെ മൊബൈലിൽ നിന്നും അവർ എടുക്കുന്നത്, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ സെക്യൂർ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ നിന്നും അവർ എടുക്കുന്ന ഡാറ്റകൾ, നമ്മുടെ മൊബൈലിൽ നിന്നും എടുക്കുന്ന ഡാറ്റകൾ മറ്റുള്ള ആപ്ലിക്കേഷൻസുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റിലേക്കോ അവർ കൈമാറുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടോ? എന്നാൽ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ പുതിയ വന്ന അപ്ഡേറ്റിൽ ഇങ്ങനൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്ത് സെക്യൂർ ആണെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. നമുക്കൊന്ന് പ്ലേ സ്റ്റോർ തുറന്നു നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് എന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങളിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ സേഫ്റ്റി എന്നൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. എന്താണ് ഡാറ്റ സേഫ്റ്റിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ സി ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർ കൊടുത്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാറ്റ സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാറ്റ ഷെയർഡ്, ഇത് മറ്റു ആപ്ലിക്കേഷനിലേക്ക് അല്ലെങ്കിൽ മറ്റു സൈറ്റിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് തടയുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആപ്പ് ആക്ടിവിറ്റി, ആപ്പ് ഇൻഫർമേഷൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ ഡാറ്റകളാണ് ഇവർ എടുക്കുന്നത് എന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്ന ഫോട്ടോസ്, അതുപോലെ തന്നെ വീഡിയോസ്, കലണ്ടർ, കോണ്ടാക്ട്സ്, ഇതൊക്കെ ഈ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ എൻക്രിപ്റ്റഡ് ആണോ എന്നത് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഡാറ്റ ഈസ് എൻക്രിപ്റ്റഡ് ഇൻ ട്രാൻസിസ്റ്റ് എന്ന ഈ ഭാഗത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയും ഈ ഒരു ഡാറ്റ സേഫ്റ്റി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പുതിയ ഓപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെ ഡാറ്റ നിങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പുതിയ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ആപ്ലിക്കേഷനിലും ഈ ഒരു ഡാറ്റ സേഫ്റ്റി നിങ്ങൾക്ക് ഓപ്പണായെന്ന് വരില്ല. എന്നാൽ മിക്ക ആപ്ലിക്കേഷനിലും ഈ ഡാറ്റ സേഫ്റ്റി ഓപ്പണായി വരുന്നുണ്ട്. അത് സി ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ വശവും നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.